നമസ്കാരം. ഈസി ലേൺ CNC മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് CNCയുടെ സിമുലേഷൻ സോഫ്റ്റ്വെയറെ പറ്റി ഒന്ന് നോക്കാനാണ്. നമുക്കിപ്പം ഒരു CNCയുടെ പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഷീൻ്റെ സഹായം അതിൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ വേണമെങ്കിൽ നമ്മളൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ വേണം നമ്മൾ സിമുലേഷൻ ചെക്ക് ചെയ്ത് നോക്കാനും പ്രോഗ്രാംസ് ഒക്കെ ടൈപ്പ് ചെയ്ത് നോക്കാനൊക്കെ സാധിക്കുള്ളൂ. അതിന് പകരമായിട്ട് നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിയറസ്റ്റ് ആയിട്ടൊരു അപ്ഡേഷൻ വന്നതാണ് CNC സിമുലേറ്റർ സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞിട്ട്. അതൊരു ലൈത്ത് മെഷീൻ്റെ സോഫ്റ്റ്വെയർ ആണ്, ടേണിംഗ് മെഷീൻ. നമുക്കതൊന്ന് പരിചയപ്പെടാം. പ്ലേ സ്റ്റോറിൽ അത് അവൈലബിൾ ആണ്. ഇപ്പം ഫാനുക്ക് എന്ന് പറയുന്ന കൺട്രോളിനെ ബേസ് ചെയ്താണത് വർക്ക് ചെയ്യുന്നത്. നമുക്കത് ഒന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ പ്ലേ സ്റ്റോറിൽ അത് എവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയി സാധാരണഗതിക്ക് നമുക്കിതൊരു നല്ല യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയത് വെച്ചിട്ടൊരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. അതിനകത്ത് കൂടുതലായ അപ്ഡേറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. എന്നാലും നോർമൽ സാധാരണ ഒരു സ്റ്റുഡൻറ്റിന് പഠിക്കാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ധാരാളമാണ്. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് നോക്കാം. CNC സിമുലേറ്റർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഓൾറെഡി ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഇതാണ് ആ സോഫ്റ്റ്വെയർ. നിങ്ങൾക്കിത് വേർട്ട് ലാബ് എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു റഷ്യൻ സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലാംഗ്വേജ് ഇംഗ്ലീഷും റഷ്യനുമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനത് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 100% ആയാലും അത് ലോഡാവുള്ളൂ. നമ്മളുടെ ഫ്രണ്ട് വ്യൂ എന്നുള്ളൊരു മെഷീൻ, അതിൽ കൺട്രോളിൻ്റെ പാനൽ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടററ്റ്, ചക്ക്, കൂളൻറ്റിൻ്റെ പമ്പ്, അതിൻ്റെ ഡോറ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധാരണ നമ്മളൊരു നോർമൽ മെഷീൻ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ മെഷീനാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ബേസിക്സ് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഇതിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിമുലേറ്റർ ചെയ്തിരിക്കുന്നത് റഷ്യനാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ്. അതിൽ തൊട്ട് താഴെ രണ്ട് ഇത് കൊടുക്കുന്ന RUEN എന്ന് പറഞ്ഞിട്ട് അത് റഷ്യനും ഇംഗ്ലീഷും ലാംഗ്വേജ് ആണ്. തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ എക്സിൻ്റെയും ഇസഡിൻ്റെ ആക്സസും ഫീഡ് റേറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഇവിടെ വീഡിയോയ്ക്ക് സൗണ്ടും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺ ഓഫ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ലോ പോളി 3D എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഹൈ പോളി 3D ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് വളരെ പക്ക ഒരു മെഷീൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. അത് ലോ പോളി 3D ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മെഷീനിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. മെഷീൻ്റെ പാർട്ട് ബാക്കി ബോഡികളെല്ലാം ഇതായിട്ട് പോയിട്ട് വാനിഷായിട്ട് നമുക്കതിൽ വിസിബിൾ ആവുന്ന വർക്ക് പീസ് മാത്രമാണ്. പിന്നെ ഹൈ പോളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ്റെ കംപ്ലീറ്റ് ലൈറ്റ് ഉൾപ്പെടെ, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് അതിനകത്ത് മെഷീൻ്റെ അകത്ത് വേണ്ടത് ലൈറ്റ് വരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ എക്സും ഇസഡും ആക്സസ് കൊടുത്തിട്ടുണ്ട്. ആക്സസുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ഹൊറിസോണ്ടൽ ലെയ്ത്ത് മെഷീനകത്ത് എക്സും ഇസഡും ആക്സസ് ആണുള്ളത്. W കൊടുത്തിരിക്കുന്നത് വർക്ക് പീസ് 0 ആണ്. അതായത് വർക്കിൻ്റെ സെൻറ്റർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വേണം ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാം. നമുക്ക് പല വ്യൂവിലിട്ട് കാണാം. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ കിടക്കുക. ഇവിടെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ വീഡിയോയുടെ 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 ഞാൻ ഇട്ടു, 4 5 ഇതാണ് 1 അത് ഇത്തിരി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് നമുക്ക് ആക്സസുകളെ നമുക്ക് ഹൈഡ് ചെയ്ത് കളയാം. അപ്പോൾ വർക്ക് പീസ് മാത്രം കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിലും മുകളിലായിട്ട് ഒരു ഇൻഡു ബട്ടൺ ഉണ്ട്. അത് പ്രോഗ്രാം ക്ലോസ് ചെയ്യാനുള്ളതാണ്. നമ്മളിപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ട് താഴെ ഫയൽ കൊടുത്തിട്ടുണ്ട്. പ്രോജക്ട്സ് ഉണ്ട്, ന്യൂ പ്രോജക്ട്സ് ഉണ്ട്, ഓപ്പൺ പ്രോജക്ട്സ് ഉണ്ട്, സേവ് പ്രോജക്ട്സ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് നമുക്ക് സേവ് ചെയ്യാനാണ് ലാസ്റ്റത്തത്. ഓപ്പൺ പ്രോജക്റ്റ് ഇതിൽ കിടക്കുന്ന പ്രോഗ്രാംസ്, അത് ഫാനുക്ക് എന്ന് പറയുന്ന കൺട്രോളിൻ്റെ ബേസ് ചെയ്താണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാനുക്കിൻ്റെ സൈക്കിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ചക്ക്, അതിന് വരുന്ന വർക്ക് പീസിൻ്റെ ലെങ്ത് അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വർക്ക് പീസിൻ്റെ ലെങ്ത് 100 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 100 കൂട്ടാം, കുറയ്ക്കാം. അതായത് വർക്ക് പീസിൻ്റെ ഡയമീറ്റർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ക്ലാമ്പിങ്ങിനുള്ള വർക്ക് പീസ് എത്ര ജോയ്ക്കകത്തേക്ക് കയറി നിൽക്കണം, ഇറങ്ങി നിൽക്കണം, അതെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വേറെ കുറേ വർക്ക് ഓഫ്സെറ്റിൻ്റെ കാര്യങ്ങളായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അതെല്ലാം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി തൊട്ട് താഴെ ചക്ക് കഴിഞ്ഞു ടററ്റ് കൊടുത്തിട്ടുണ്ട്. ടററ്റിൽ എന്താ ടൂള് പഠിപ്പിക്കാനാണ് ടററ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടററ്റിലുള്ള ടൂളുകളും അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ട് 1-2 ടൂളുകളാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുക. ഇനി നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാം. ഇനി തൊട്ട് താഴെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് പച്ച കളറിൽ. അതിൽ വരുന്നത് ആദ്യത്തേത് നമുക്ക് ന്യൂ പ്രോഗ്രാം, നമുക്ക് മാനുവലി പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനുള്ളതാണ്.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ തൊട്ട് താഴെ റൈറ്റ് സൈഡ് കോർണറിൽ ഒരു കീബോർഡ് കൊടുത്തിട്ടുണ്ട്. കീബോർഡിൽ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യുന്നോ അതെല്ലാം വരും കേട്ടോ. അത് ഞാനിത് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റാണ് ബാക്ക് സ്പേസ്. നമുക്കത് തന്നെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്യണ ഓരോ പേജ് നമ്പർ ഓപ്പൺ ചെയ്യാം. പിന്നെ ഏറ്റവും ഓപ്പണായി കിടക്കുന്നതിൻ്റെ കോർണറിലൊരു ബുക്കിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അതിൽ ലിസ്റ്റ് ഓഫ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്, G01 G02 എന്നും പറഞ്ഞിട്ട്. അതിലൂടെ സൈഡിൽ സ്ക്രോൾ ബട്ടൺ ഉണ്ട്, സ്ക്രോൾ ചെയ്താലേ വരുള്ളൂ. G03 കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലർ ഇൻ്റർപോളേഷൻ. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യാനായിട്ട് അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആ ബുക്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആകും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന പ്രോഗ്രാം പേജ് പോകണമെങ്കിലും ആ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേ കാണുന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. പിന്നെ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്കിംഗ് എന്ന് പറയുന്നത് ഇവരുടെ അപ്ഡേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കണം, പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ₹329 മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ മോഡൽസ് നമുക്കിതിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡ്സ് അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുവരേക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ഈസി ലേൺ CNC മലയാളം. താങ്ക് യു സോ മച്ച്.